പോക്കറ്റടിയുടെയും പിടിച്ചുപറിയുടെയും സെന്ററിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സ്ഥലം ഏതാണെന്ന് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ട് മനസ്സിലായി കാണും. പണ്ട് സിറ്റി ഓഫ് ലവ് എന്നും ഇപ്പൊ സിറ്റി ഓഫ് സ്നാച്ചിങ് എന്നും അറിയപ്പെടുന്ന പാരീസ്. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തൊട്ട് തന്നെ കേട്ടത് ഫോൺ സൂക്ഷിക്കണം, പാസ്പോർട്ട് സൂക്ഷിക്കണം തുടങ്ങി കുറേ ഉപദേശങ്ങളാണ്. ലണ്ടൻ കഴിഞ്ഞാൽ യൂറോപ്പിൽ ഏറ്റവും അധികം പോക്കറ്റടിയും പിടിച്ചുപറിയും ഒക്കെ നടക്കുന്ന സ്ഥലവും പാരീസാണ് പോലും. ഇതെല്ലാം കൂടെ കേട്ട് അത്യാവശ്യം നല്ല പേടിയിലാണ് ഞാനിങ്ങോട്ട് വന്നത്. അതുകൊണ്ട് ബാഗും ഫോണും ഫുൾ ടൈം മുറുക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ ഞാൻ കണ്ട പാരീസ് സിറ്റി ഓഫ് ലവ് തന്നെയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതിന്റെ പിന്നിൽ ഒരു റൊമാൻറ്റിക് സ്റ്റോറി ഉണ്ട്. അങ്ങനെ അറിയപ്പെടുന്ന പ്രണയകഥകളൊന്നും ഇവിടെ ഇല്ല. പക്ഷെ രണ്ട് മനുഷ്യന്മാർക്ക് പ്രേമിക്കാനുള്ള എല്ലാ അറ്റ്മോസ്ഫിയറും ഈ സിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിന്റെ ക്രെഡിറ്റ് ആദ്യം പോകുന്നത് ഇവിടുത്തെ ആർക്കിടെക്ചറിനാണ്. അതിലിങ്ങനെ നടക്കുമ്പോൾ നമ്മൾ താനെ റൊമാൻറ്റിക് ആയി പോകും. നല്ല ചാമിങ് സ്ട്രീറ്റ്സും നല്ല അടിപൊളി ഇന്റീരിയർ ചെയ്ത കഫേസും സെന്റ് റിവറും അതിൽ ലൈറ്റ് റിഫ്ലക്ഷൻസും അടിപൊളി. എഫിൽ ടവർ ഈ സിറ്റിക്ക് കൊടുക്കണ ഭംഗി പറയാതിരിക്കാൻ പറ്റില്ല. അസൂയക്കാർ എയർടെലിന്റെ ടവറിനേക്കാളും കുറച്ചുകൂടെ വലുത് അത്രേ ഉള്ളൂ എന്നൊക്കെ പറയുമെങ്കിലും ഇതൊരു ഒന്നൊന്നര സംഭവമാണ്. പിന്നെ ഒരുപാട് പ്രണയകഥകൾ ഉണ്ടായി വന്ന ഫ്രഞ്ച് ഭാഷ. പ്രേമിച്ചൊരു സ്വപ്നലോകത്ത് പോയി ഇരിക്കാൻ പറ്റിയ സ്ഥലം. പറഞ്ഞു ഞാൻ കുറച്ച് പ്രേമപരവശയായിപ്പോയി.